മരിച്ചുപോയവരെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ത്തിനൊക്കെ പ്രത്യേക അർത്ഥമുണ്ട്. സ്വപ്ന ശാസ്ത്രം അനുസരിച്ച് മരിച്ചുപോയവർ എപ്പോഴും സ്വപ്നം കാണുകയാണെങ്കിൽ അതിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നല്ലതാണോ ചീത്തയാണോ എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദൈവിക അറിവിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ മരിച്ചുപോയ അച്ഛനെയും അമ്മേനെയും അതുപോലെ കാരണവന്മാരെയോ സ്വപ്നം കാണുന്നെങ്കിൽ എന്തോ നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് ശുഭകാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ ആണ് മരിച്ചുപോയ കാരണവന്മാർ സ്വപ്നം കാണുന്നത്. ഇത് ചില ആൾക്കാർക്ക് മാത്രം, ദൈവിക വാഗ്ദാനം കിട്ടിയ ആളുകൾ മാത്രമാണ് ഇങ്ങനെ സ്വപ്നം കാണുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് വരുമ്പോൾ, അതായത് ജോലി, പണം, അതുപോലെ വീട്ടിലെന്തെങ്കിലും ശുഭകാര്യങ്ങൾ നടക്കാൻ നേരത്ത് മുൻകൂട്ടി ദൈവം അറിയിക്കുന്ന ഒരു സൂചനയാണ് പിതൃക്കളെ സ്വപ്നം കാണുന്നത്. നമ്മുടെ സമൂഹത്ത് നിങ്ങൾക്ക് അംഗീകാരവും നല്ല ഒരു വിലയും ഒക്കെ ആളുകൾ തരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും ഈ പിതൃക്കളെ സ്വപ്നം കാണാൻ സാധിക്കും. നമ്മൾ പിതൃക്കളെ സ്വപ്നം കാണുന്നെങ്കിൽ നല്ലൊരു ജീവിത മാറ്റത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോകുകയെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാതെ മരണപ്പെട്ടു പോയ പിതൃക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സ്വപ്നം കാണുകയാണെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്ക് ബാക്കി ചുറ്റുപോയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്താൻ വേണ്ടിയാണ് നിരന്തരം നമ്മുടെ സ്വപ്നത്തിൽ അവർ വരിക. നമ്മളിലൂടെ അവരുടെ സ്വപ്നങ്ങൾ സാധിച്ച് എടുക്കാൻ അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. അപ്പം നമ്മളൊരു നല്ല ജ്യോതിഷൻ്റെ അടുത്ത് പോയി അവരുടെ പരിഹാരം പ്രശ്നം വെച്ച് നോക്കി എന്തൊക്കെ ചെയ്യണം എന്ന് പരിഹാരത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്യുക. മരിച്ചുപോയവരെ കാണുമ്പോൾ പല ഭാവത്തിലായിരിക്കും നമ്മൾ അവരെ കാണുന്നത്. ചിലപ്പോൾ ദേഷ്യത്തോടെ ആവാം, സന്തോഷത്തോടെ ആവാം, വിഷമത്തോടെ ആവാം. എങ്ങനെയാണ് അവരെ നമ്മൾ കാണുന്നതെന്ന് നമ്മൾ സ്വപ്നം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ഭാവത്തിലും അവരെ നമ്മൾ കാണാൻ വരുമ്പോൾ അവർക്ക് പ്രത്യേക കാര്യങ്ങളാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം നന്ദി, നമസ്കാരം.